നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഏഞ്ചൽസിൻ്റെ അടുത്താണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചിട്ടും എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഏഞ്ചൽസിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അനുഭവിക്കുന്നവരാണ്, നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റിച്വൽ കാണിക്കുന്നുണ്ട്. ആ റിച്വൽ ഏഞ്ചൽസിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോയുടെ അവസാനം വരെ കാണുക. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കാൻ പോകുന്നത്. ഇത്രയും ദിവസമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു റിച്വൽ യൂട്യൂബിൽ ഇപ്പം എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നേരത്തെ സ്നേഹത്തിലായിരുന്നു, പിന്നെ ബ്രേക്കപ്പായി, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ റിച്വൽ ഉപയോഗപ്പെടത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, നിങ്ങളിതുവരെ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, തിരിച്ച് അയാൾക്ക് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു വികാരം ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഒരാളെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ അടുത്തോട്ട് സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ അല്ല. അതിനെ ഉപയോഗിക്കരുത്. കാരണമെന്ന് വെച്ചാൽ ഇത് അതിന് വർക്ക് ആവത്തതും ഇല്ല. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. ലൈക്ക് നിങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് പോവും, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവും, ആവശ്യമില്ലാത്ത എനർജീസ് ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും അത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഇവിടെ ഏഞ്ചൽസ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ലൈക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയാവാം. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം നെക്സ്റ്റ് ഡേ തന്നെ റിസൾട്ട് കിട്ടണം എന്നാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസമില്ല എന്നാണ് ഇവിടെ ഏഞ്ചൽസിന് പറയാനുള്ളത്. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തിടത്തോളം പിന്നെയും നിങ്ങൾക്കിങ്ങനെ പരീക്ഷണങ്ങൾ മുമ്പോട്ട് വരുന്നത് മാത്രമല്ല, നിങ്ങൾ എന്ത് നെഗറ്റീവ് എനർജിയിലാണോ ഇരിക്കുന്നത് ആ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എത്രയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായാലും അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം. ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യം കാണുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ, നിങ്ങളുടെ ആ ഒരു ലൈഫിനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല, ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ റിക്കവർ ആവാൻ ശ്രമിക്കുന്നില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റിക്കവർ ആവാത്തിടത്തോളം നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന വാണി. നിങ്ങൾ ആ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ ആ ട്രസ്റ്റ് ചെയ്യുന്നതും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങൾ എന്തൊരു സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് 100% നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുമ്പിൽ വരും. ആ വിശ്വാസത്തെ നിങ്ങളുടെ ലൈഫ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണോ ലക്ഷ്യമിടുന്നത് ഓരോ വാതിലുകളും തുറന്ന് തന്നെ കിട്ടും. നിങ്ങളെ കാത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ അവർ കാം സ്റ്റേജിലല്ല ഇരിക്കുന്നത്. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സ്വസ്ഥതയില്ലാത്ത, അവർക്ക് എവിടെയെങ്കിലും ചുമ്മാ ഒന്ന് ഇരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെയും ഓവർ തിങ്കിങ് ആണ്. ഈ ഓവർ തിങ്കിങ് ഉള്ളിടത്തോളം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നടന്നതായി സങ്കല്പിച്ച് ഭയപ്പെടുക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കും അറിയില്ല നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങളെല്ലാവരും നാളെ ഇന്നത് നടക്കും, നിങ്ങളുടെ ലൈഫിൽ ഇന്ന നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുമെന്ന് ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ റിക്കവർ ആവുന്നില്ല. ഈ ഒരു ഇന്നെന്തായിരുന്നോ വിഷമിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നോ നിങ്ങളുടെ ലൈഫിൽ വിഷമം ഉണ്ടായിരുന്നത്, ആ വിഷമം തന്നെ ഇന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങൾ ഇന്നത്തേനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അത് തന്നെയാണ് നിങ്ങൾ നാളെ ഉണ്ടാക്കാൻ പോകുന്നത്. നാളത്തെ ദിവസത്തിനെ പറ്റി ഭയപ്പെട്ടിട്ട് ഇന്നേ ഇരുന്ന് ചിന്തിച്ചിട്ട് ഇന്നത്തേനേക്കാൾ ഒരു വേഴ്സ് കണ്ടീഷനിലേക്ക് ആക്കാൻ പോവുകയാണ് നാളത്തെ ദിവസം. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരുപാട് തവണ നിങ്ങളുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ സ്വപ്നത്തിൽ തന്നെ ദൈവം വന്നിട്ട് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ വഴിയോ ആരെങ്കിലും വഴിയോ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ കാണുമ്പം ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊന്ന് വന്ന് ഷോൾഡറിൽ നിന്ന് തട്ടിയിട്ട് പറയും, വിഷമിക്കണ്ട, സമാധാനപ്പെട്, എല്ലാം ശരിയാവും. ഇതൊക്കെ ദൈവമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമം കണ്ടിട്ട് യൂണിവേഴ്സ് തരുന്ന ആരെങ്കിലുമൊക്കെ അയക്കുന്നതാണ് നിങ്ങളെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ കാണാതെ പിന്നെയും സങ്കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇന്ന് നടന്ന സെയിം പാറ്റേൺ നാളെ സംഭവിക്കാതിരിക്കുകയുള്ളൂ. അതിൽ ഫസ്റ്റ് ആവശ്യം നിങ്ങൾ റിക്കവർ ആവുക. ഈ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആവുക, ഹീലാവുക, അതാണ് ആവശ്യം. ഇവിടെ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നോ നീഡ് ടു വറി എന്നാണ്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ എന്തിനെ പറ്റിയാണോ ടെൻഷൻ അടിക്കുന്നത്, വിഷമിക്കുന്നത്, ഡിപ്രസ്ഡ് ആവുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂടെ ആകെ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളൊന്ന് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. ആ അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് അവിടെ തടസ്സം നിൽക്കുന്നത്. ആ തടസ്സം എന്താണ്? ഇവിടെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്. നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞല്ലോ ഒരു റിച്വൽ കാണിക്കുന്നുണ്ടെന്ന്, അത് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ സന്തോഷം കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ആദ്യം ഈ ഓവർ തിങ്കിങ് നിർത്തണം. ഓവർ തിങ്കിങ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ വിശ്വാസമാണ് എപ്പോഴും കാണിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ല. ആ വിശ്വാസം ഇല്ലാത്തിടത്തോളം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ വരില്ല. അതിന് ബ്ലോക്കേജായിട്ട് നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സന്തോഷമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാതിരിക്കാനുള്ള ബ്ലോക്കേജ് നിങ്ങൾ തന്നെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുക. എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ മാറ്റുന്നുവോ, നെക്സ്റ്റ് ഡേ ഞാൻ നിങ്ങൾക്ക് പറയാണ്, നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി കാരണം ഉണ്ടായ പ്രശ്നം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് ആവണമെന്നില്ല കേട്ടോ. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഇപ്പം ക്ഷണിക്കാതെ വന്നൊരു അതിഥി, അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ്, ഫാമിലിയിലുള്ളവരാവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇവർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ കരിയറിലെ ബ്ലോക്കേജ്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ലായ്മ, ഡിപ്രഷൻ സ്റ്റേജ്, അതിനകത്തുനിന്നെല്ലാം നിങ്ങൾക്ക് റിക്കവർ ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ നടക്കാനായിട്ട്, നിങ്ങളുടെ എന്തൊരാവശ്യവും നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും നാള് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റാണ് തരുന്നത്. ആ ബ്രേസ്ലെറ്റിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് ചെയ്യുക. ഈ ഒരു ബ്രേസ്ലെറ്റിനെയും ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെയും അത്ര നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോസിറ്റീവ് റിസൾട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എത്ര പേർക്കാണെന്നറിയാം റിസൾട്ട് കിട്ടിയത്? പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് ചെയ്ത എല്ലാവർക്കും റിസൾട്ടാണ്. നിങ്ങളെ ഹീല് ചെയ്യാൻ വരെ ഇത് സഹായിക്കുന്നതാണ്. ഇതിനൊറ്റ കാര്യമാണ് ആവശ്യം, നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ആ ഒരു മനസ്സാണ് ഇതിനാവശ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് റിച്വൽസ് നോക്കാം. ഈ ഒരു റിച്വലിന് വേണ്ടിയിട്ട് എന്താണ് ആവശ്യം എന്ന് നമുക്ക് നോക്കാം. പിങ്ക് കളറിലെ, അതായത് ഒരു റോസ് കളറിലെ ഒരു മെഴുകുതിരി
റോസ് കളറിലെ ഒരു മെഴുകുതിരി വാങ്ങിക്കുക. പിന്നെ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് വേണം. നിങ്ങളെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന ഒരു പ്ലേസ് വേണം. അത് നിങ്ങൾക്ക് രാത്രിയിലാണ് ഒരു ഡിസ്റ്റർബൻസ് അതായത് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി ചൂസ് ചെയ്തോ. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് രാവിലെ ഒന്നും പറ്റുന്നില്ല, രാത്രിയാണെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. നിങ്ങളെ വിളിക്കാത്ത ഒരു സാഹചര്യം കാണും, ആരും ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കിട്ടാത്ത ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. വെള്ള കളറിലെ പേപ്പർ, ലൈനിട്ട പേപ്പറാണെങ്കിലും എടുക്കുക കേട്ടോ. വെള്ള കളർ ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഒരു പെൻ, അത് റെഡ് കളറിലോ പിങ്ക് കളറിലെയോ ബ്ലൂ കളറിലോ എടുക്കുക. ബ്ലാക്ക് കളറിൽ എടുക്കരുത്. അതിനുശേഷം നല്ല രീതിയിൽ നടു നിവർത്തി വെച്ചിട്ട് ഇരിക്കുക. കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്സ് എങ്കിലും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സ്ലോ ആയിട്ട്, വെരി സ്ലോ ആയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നല്ല രീതിയിൽ റിലാക്സ്ഡ് ആവുക. നിങ്ങളുടെ സ്ട്രെസ് എല്ലാം കുറയ്ക്കുക. ഷോൾഡറിലെ സ്ട്രെസ് താഴെ, അതായത് ഷോൾഡറിലുള്ള സ്ട്രെസ്സ്, നിങ്ങളുടെ പുരുകത്തിന് മുകളിലുള്ള സ്ട്രെസ്, ഇതെല്ലാം ഒന്ന് റിലാക്സ്ഡ് ആക്കുക. എന്നിട്ട് ഏഞ്ചലിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഇതൊക്കെ ഏഞ്ചൽസാണ്. നിങ്ങൾക്കിതിനകത്ത് ഏറ്റവും റെസൊണേറ്റ് ആവുന്ന ഏതാണോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് വെക്കുക. ഓക്കെ. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന ഏത് ഏഞ്ചൽസ് ആണോ അതിനുശേഷം ആ ഏഞ്ചലിൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ബിലവഡ് ഏഞ്ചൽ, പ്ലീസ് ഫിൽ മൈ ഹാർട്ട് വിത്ത് ലവ്, പീസ് ആൻഡ് കോൺഫിഡൻസ്. എൻ്റെ ഹൃദയം സ്നേഹത്താലും സമാധാനത്താലും ആത്മവിശ്വാസത്തോടു കൂടിയും നിറയ്ക്കുക. ഗൈഡ് മീ ടുവേർഡ്സ് എ ഹെൽത്തി, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജോയ്ഫുൾ റിലേഷൻഷിപ്പ്. എനിക്ക് സന്തോഷം തരുന്നതും സത്യസന്ധവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് മാത്രം എന്നെ നയിക്കുക. സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കുക. അതിനായിട്ട് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിത്തരിക. നിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രകാശവലയത്താൽ എന്നെ സംരക്ഷിക്കുക. താങ്ക് യു ഏഞ്ചൽ. ആമേൻ. ഇത്രയുമാണ് പ്രാർത്ഥന. ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതത്ര എഴുതുക. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ സിംഗിളാണ്, നിങ്ങൾ ജെന്യൂനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നോക്കുന്നത് എങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ സങ്കല്പത്തിലെ പാർട്ട്ണർ ആരാണോ അല്ലെങ്കിൽ സങ്കല്പത്തിലെ പാർട്ട്ണറിന് വേണ്ട ക്വാളിറ്റീസ് എന്താണോ അതിനെക്കുറിച്ചിട്ട് എഴുതുക. ആ പേപ്പറിൽ എഴുതുക. അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ, ഭയങ്കരമായിട്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു, അതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുമ്പോൾ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഏഞ്ചലിൻ്റെ അടുത്ത് താങ്ക് യു പറയുക. നന്ദി പറഞ്ഞതിന് ശേഷം ആ ഒരു ക്യാൻഡിലുണ്ടല്ലോ അതിനെ അവിടെ ബേൺ ചെയ്യാൻ വിടുക. അതിന് മുന്നേയായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ സ്ക്രീനിൽ ഞാനൊരു ഫോട്ടോ കാണിക്കും, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു ഇമേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ വരച്ചാലും മതി. ഈ കളേഴ്സും അതുപോലെ കൊടുക്കുക. നേരത്തെ ചൊല്ലിയ ആ ഒരു പ്രേയേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ ഒരു സിമ്പലിൽ പിടിച്ചതിന് ശേഷം നേരത്തെ ചൊല്ലിയ ആ പ്രേയേഴ്സും ചൊല്ലുക. നിങ്ങൾ കുറച്ച് ക്വാളിറ്റീസ് എഴുതി വെക്കാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, അതും ഇതിനകത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലുക. അതിനുശേഷം ഈ ഒരു പേപ്പർ നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാരി ചെയ്യാം, അങ്ങനെ സൂക്ഷിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമം വരുന്നത് അല്ലെങ്കിൽ പ്രേ ചെയ്യാൻ തോന്നുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സിമ്പൽ വെച്ചിട്ട് പ്രേ ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റ് വാങ്ങാനും പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.